ആദ്യം തന്നെ എൻ്റെ ഈ കുഞ്ഞു ഫാമിലിയെയും അതേപോലെ എന്നെയും സപ്പോർട്ടാക്കുന്ന നമ്മുടെ കുഞ്ഞു യൂട്യൂബ് ചാനലിലെ മെമ്പേഴ്സായിട്ടുള്ള എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ നിങ്ങൾക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ സ്വന്തം ആലപ്പുഴ ജില്ലയിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങോട്ട് പോകുന്നതായിരുന്നു. അനിയത്തി കുറച്ച് നാളുകളായിട്ട് ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവർ ആദ്യമായിട്ടാണ് നമ്മുടെ നാട്ടിൽ നിൽക്കാൻ വേണ്ടി വരുന്നത്. ശരിക്കും അവരുടെ സ്ഥലം എന്ന് പറയുന്നത് പാലക്കാടാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ട്രാവൽ ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടും ട്വിൻസ് ആയതുകൊണ്ട് അതിൻ്റെ ഉള്ളൊരു ബുദ്ധിമുട്ടും കാരണങ്ങളൊക്കെ ആയതുകൊണ്ട് അവർ കുറച്ച് ലേറ്റായിപ്പോയി. അമ്മ കുറച്ച് ഇങ്ങനെ വഴിപാടും കാര്യങ്ങളൊക്കെ മാലിക്കുളം ക്ഷേത്രത്തിലും പിന്നെ കാണിച്ചുളങ്ങളിലൊക്കെ വഴിപാടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് സംബന്ധിച്ച് അവരിപ്പോൾ കുറച്ച് നാളായിട്ട് നിൽക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അമ്മ വഴിപാടിൻ്റെ ചീട്ടും കാര്യങ്ങളൊക്കെ എടുത്ത് വരുമ്പോഴത്തേക്കും നമ്മളിതേ കുട്ടികളൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ വീട്ടിൽ നിന്ന് മാരിക്കുളം ക്ഷേത്രത്തിലേക്ക് വളരെ കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ. വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോരുന്ന വഴിക്ക് തന്നെ ഫ്രണ്ട്സിനൊക്കെ മീറ്റാക്കാൻ പറ്റിയിട്ടോ. അതിൻ്റെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. അനിയത്തി അമ്പലത്തിൽ ചെന്നതിന് ശേഷം അവിടെ നിന്നും ഫ്രണ്ട്സിനൊക്കെ മീറ്റാക്കി. അകത്ത് വെച്ചിട്ടായിരിക്കും കേട്ടോ ചോറൂണ്. അപ്പോൾ നമുക്ക് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു കൺഫ്യൂഷനാണ്. പറ്റുന്ന പോലെയൊക്കെ ജസ്റ്റ് വീഡിയോ പുറത്തുനിന്നൊക്കെ ഞാൻ കവർ ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. ഏട്ടനും അനിയത്തിയും കൂടി ഉള്ളിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അവരകത്തേക്ക് കയറാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് കേട്ടോ അവളുടെ ഒരു ഫ്രണ്ടിനെ വീണ്ടും മീറ്റാക്കിയത്. അവർ എന്നിട്ട് കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു വാവയുണ്ട്, അമ്മയുടെ കയ്യിൽ ഒരു വാവയുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടി പുറത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവർ ഉള്ളിലേക്ക് വരാൻ പറഞ്ഞിട്ട് ഞങ്ങളിതേ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട്. ഇത് ഈ അകത്ത് വെച്ചിട്ടായിരിക്കും ചോറൂണ്. അപ്പോൾ ഞാൻ പുറത്തുനിന്ന് വീഡിയോസ് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഞാൻ വീഡിയോ എടുക്കണമെന്ന് കണ്ടിട്ടാണോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അവിടെ പ്രധാനപ്പെട്ട ഒരാൾക്കാർ വന്നിട്ട് എന്നോട് പറഞ്ഞു, മോളെ വീഡിയോ എടുക്കുകയാണെങ്കിൽ അകത്ത് കയറി എടുത്തോ എന്നിങ്ങനെ പറഞ്ഞു. ശരിക്കും ഭയങ്കര കഴിഞ്ഞാൽ ഒരു ആശ്ചര്യത്തോടെയാണ് കേട്ടോ ഞാൻ ശരിക്കും എന്ന രീതിയിലേക്ക് വന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അമ്പലത്തിലൊന്നും അങ്ങനെ വീഡിയോസ് കാര്യങ്ങൾ അവലോഡ് അല്ലല്ലോ. ഇനിയിപ്പോൾ ചോറൂണ് ആയതുകൊണ്ടായിരിക്കാം മേ ബി അവരത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഏതായാലും കണ്ടിട്ട് വായോ. കൊടുക്കുന്നുണ്ട്. ഒരു 2 മിനിറ്റിലെ പരിപാടിയായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ വേഗം തന്നെ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. ആൾക്കാണെങ്കിൽ നല്ല ഉറക്കവും വന്നിട്ട് വയ്യ, കണ്ണൊക്കെ തിരുമുന്നത് നിങ്ങൾ കണ്ടില്ലേ. പിന്നെ നമുക്ക് കിട്ടിയ പ്രസാദമൊക്കെ നമ്മൾ കഴിക്കാമെന്ന് വിചാരിച്ചു. നല്ല പായസമായിരുന്നു കേട്ടോ. കാരണം അരിപ്പായസം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ അരിപ്പായസമൊക്കെ കുടിച്ചു. പിന്നെ ഞങ്ങളിതേ സൈഡിലവിടെ റെസ്റ്റ് ചെയ്യാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അമ്മ വേറെ പായസം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അത് മേടിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയിട്ടാ. ശരിക്കും പറഞ്ഞാൽ മാരിക്കുളം ക്ഷേത്രം അത്യാവശ്യം വലിയ ക്ഷേത്രം തന്നെയാണ്. ഇവിടെ വെച്ചിട്ടായിരുന്നു കേട്ടോ എൻ്റെ അനിയത്തിയുടെ കല്യാണമൊക്കെ. അങ്ങനെ അകത്തൊക്കെ തൊഴുതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇതേ വരുന്നുണ്ട് കേട്ടോ. നമ്മളപ്പത്തിന് സൈഡിലൊരു ഇരിക്കുന്ന ഒരു ഇരിപ്പിടുണ്ട്, നമ്മൾ അവിടെ പോയി ഇരിക്കുകയാണ്. ഇനി നേരെ നമ്മൾ പോകാൻ വേണ്ടി പോണത് കാണിച്ചുളങ്ങര ക്ഷേത്രത്തിലേക്കാണ്. അവിടെയാണ് കേട്ടോ വഴിപാടും കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ കുട്ടികളുടെ ഡ്രസ്സൊക്കെ നമ്മൾ നേരത്തെ ഇട്ടുകൊണ്ട് വന്ന അതേ ഉടുപ്പ് തന്നെ ഇടാൻ വേണ്ടി പോവാണ്. കാരണം അമ്പലത്തിൽ അങ്ങോട്ട് ചെല്ലുമ്പോൾ മാത്രം നമുക്ക് ആ മുണ്ട് കാര്യങ്ങളൊക്കെ എടുത്താൽ മതി, അല്ലാതെ നമുക്ക് സാധാരണ നോർമൽ ഡ്രസ്സ് ഇട്ടാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട്. കുറച്ച് ദൂരം കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനും അമ്മയും കൂടി സ്കൂട്ടിമേലും അനിയത്തിയും ഏട്ടനും കുട്ടിയായിട്ട് ബൈക്കുമേലാണ് കേട്ടോ വരുന്നത്. അങ്ങനെ കുട്ടികളുടെ ഡ്രസ്സൊക്കെ ചേഞ്ച് ആക്കിപ്പിച്ചു.
പിന്നെ ഇനി അങ്ങോട്ട് കണിച്ചുളങ്ങരയ്ക്ക് പോകുന്ന ഒരു വീഡിയോയും അതേപോലെ തന്നെ അവിടുത്തെ വിശേഷങ്ങളും വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. കുറേ വീഡിയോസ് ഇങ്ങനെ ലോങ് ആയിട്ട് ലെങ്ത്തിൽ കിടക്കുകയാണെങ്കിൽ നിങ്ങൾക്കും കണ്ടിരിക്കാൻ ഭയങ്കര ബോറായിരിക്കും. അപ്പോൾ വേഗം തന്നെ ഞാനത് അപ്ലോഡ് ചെയ്യുന്നതാണ്. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ ബൈ, സീ യു.